33-ാമത്തെ വയസ്സിൽ യുവ വൈദികനായ പട്ടേട്ട് സുരേഷ് അച്ഛൻ്റെ വിയോഗം നാടിന് നൊമ്പരമായി മാറി. ദീപികാരുണ്യ മിഷണറി കോൺഗ്രിഗേഷനിലെ അംഗവും വെള്ളികുളം ഇടവാംഗവുമായ ബഹുമാനപ്പെട്ട സുരേഷ് പട്ടേട്ടച്ചൻ 33-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അരുണാചൽ പ്രദേശിലെ മിഷണറി പ്രവർത്തകനായി ശുശ്രൂഷ ചെയ്തു വരികെ അച്ഛനെ ടൈഫോയിഡ് ബാധിച്ചു ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് അച്ഛൻ്റെ രോഗം മൂർച്ഛിച്ചത് മൂലം ഗോവഹാട്ടിയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു. എങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ പുരോഗതിയൊന്നും കാണിക്കാത്തതിനാൽ മെച്ചപ്പെട്ട ഒരു ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി ദീപികാരുണ്യ കോൺഗ്രിഗേഷനിലെ അധികാരികൾ അച്ഛനെ ഡൽഹിയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ ഷിഫ്റ്റ് ചെയ്തു. അവിടെ 2 ദിവസം അച്ഛനെ അവിടെ പ്രവേശിപ്പിച്ചു ചികിത്സ നടത്തിയെങ്കിലും അച്ഛൻ്റെ രോഗം കൂടുതൽ തീവ്രമാവുകയും അവസാനം അച്ഛൻ്റെ ചികിത്സയിൽ വലിയ പുരോഗതി കാണിക്കാതെ വരികയും ചെയ്തപ്പോൾ അവിടുന്ന് മറ്റൊരു പോംവഴിയും കണ്ടെത്താൻ സാധിച്ചില്ല. അച്ഛന് ഈ ലോകത്തോടും ഈ നാടിനോടും സഭയോടെല്ലാം യാത്ര പറഞ്ഞ് അച്ഛൻ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു. വെള്ളികുളം ഇടവകയിലെ സുരേഷ് പട്ടേട്ട് എമ്മച്ചൻ്റെയും മേരിക്കുട്ടിയുടെയും 4 മക്കളിൽ 2ാമത്തെ മകനായി 1992 അച്ഛൻ ജനിച്ചു. അച്ഛൻ്റെ പ്രാഥമിക പരിശീലനവും അതുപോലെ വിദ്യാഭ്യാസവും വെള്ളികുളം സ്കൂളിലും അതുപോലെ തൂക്കോയ് സ്കൂളിലും പൂർത്തീകരിച്ചതിന് ശേഷം MCBS കോൺഗ്രിഗേഷനിൽ വൈദികനായി തീരുമാനമുള്ള ആഗ്രഹത്തോടു കൂടി അച്ഛൻ അതിരമ്പുഴയിലെ സെമിനാരിയിൽ പ്രവേശിച്ചു പഠനം ആരംഭിച്ചു. തുടർന്ന് ഉപരിപഠനത്തിനും ഫിലോസഫി തിയോളജി പഠനത്തിനുമായി ബാംഗ്ലൂരിൽ അച്ഛൻ പഠനം നടത്തി. അങ്ങനെ സെമിനാരി പരിശീലനം പൂർത്തിയാക്കി 2020 ജനുവരി 1-ാം തീയതി വെള്ളികുളം സെൻറ് ആൻറ്റീസ് ദേവാലയത്തിൽ വെച്ച് സീറോ മലബാർ സഭയുടെ കൂരിയ ബിഷപ്പായ മാർ സെബാസ്റ്റ്യൻ വാണിപ്പുരയ്ക്കൽ പിതാവിൻ്റെ കയ്പ് ശുശ്രൂഷ വഴി അച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ചു. അച്ഛൻ്റെ ആദ്യ നിയമനം കുറുമനാടൻ സെൻറ് ആൻ്റണീസ് പള്ളിയിൽ അവിടെ അസിസ്റ്റൻ്റ് വികാരിയായിട്ടായിരുന്നു. 1 വർഷത്തെ അച്ഛൻ്റെ സുസ്ഥിരമായ സേവനത്തിന് ശേഷം അച്ഛനെ മേലധികാരികൾ അരുണാചൽ പ്രദേശിലേക്ക് മിഷണറി പ്രവർത്തനത്തിനായിട്ട് പറഞ്ഞയക്കുകയായിരുന്നു. 2021 നിന്നും 2022 വരെയുള്ള 1 വർഷക്കാലം കേരളത്തിലെ ശുശ്രൂഷ പൂർത്തീകരിച്ച് 2022 മുതൽ അച്ഛൻ അവിടെ അരുണാചൽ പ്രദേശിൽ മിഷണറിയായിട്ട് ശുശ്രൂഷ ചെയ്തു. അവിടെ ദേവാലയത്തിലെ വികാരിയായും അസിസ്റ്റന്റ് വികാരിയായും സ്കൂൾ പ്രിൻസിപ്പലായും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സംരക്ഷകനായും അച്ഛൻ അവിടെ ശുശ്രൂഷ തുറന്നു വരികയായിരുന്നു. ജൂലൈ മാസം പകുതിയോടുകൂടി അച്ഛൻ 2 ആഴ്ചത്തെ അവധിക്കായി നാട്ടിലേക്ക് വന്നിരുന്നു. ഇവിടെ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 2 ആഴ്ചത്തെ അവധിക്ക് ശേഷം അച്ഛൻ ഇവിടുന്ന് യാത്ര പറഞ്ഞ് മടങ്ങിപ്പോയി. അവിടെ ചെന്ന് വൈദികർക്ക് ടൈഫോയിഡ് ബാധിച്ചപ്പോൾ അച്ഛനെയും ആ കൂട്ടത്തിൽ ടൈഫോയിഡ് ബാധിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ഗുരുതരമായ ഒരു രോഗപ്രതിസന്ധി അച്ഛനെ അലട്ടി. എങ്കിലും ആ രോഗത്താൽ അച്ഛൻ ഈ ലോകത്തോട് എല്ലാവരോടും യാത്ര പറഞ്ഞു. അച്ഛൻ്റെ ശുശ്രൂഷ പൗരോഹിത്യ ജീവിതം ചുരുങ്ങിയതാണെങ്കിലും ആ ചുരുങ്ങിയ കാലം കൊണ്ട് ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട സുരേഷ് അച്ഛൻ എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം സൗമ്യനും ശാന്തശീലനുമായ ഒരു വൈദികൻ, നല്ലൊരു കലാകാരൻ, ചിത്രകാരൻ. അപ്പൻ്റെ ആ നല്ല ഒരു ശിക്ഷണവും പ്രത്യേകിച്ച് അപ്പൻ നല്ലൊരു കലാകാരനാണ്. കേരളത്തിലെ മിക്ക ദേവാലയങ്ങളെയും അൾത്താര രൂപകൽപ്പന നിർവഹിക്കുന്നതിലും അതിലും സുരേഷ് അച്ഛൻ്റെ പിതാവ് വളരെയധികം ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പണിങ്ങാനം പൊറനാപ്പള്ളിയിലെ അൾത്താരയും കെടുതുരുപ്പള്ളിയുടെ അൾത്താരയും മിക്ക രൂപങ്ങളും ഈ പറയുന്ന സുരേഷ് അച്ഛൻ്റെ പിതാവിൻ്റെ കരസ്പർശത്താൽ നിർമ്മിക്കപ്പെട്ടതാണ്. അങ്ങനെ ആ അച്ഛൻ്റെ പിതാവിൽ നിന്ന് കിട്ടിയ പൈതൃകമായി കിട്ടിയ ഒരു കലാവാസന അച്ഛനും ഉണ്ടായിരുന്നു. അതുപോലെ അമ്മയുടെ നല്ല ഒരാത്മീയ ഭക്തി അച്ഛന് വിളങ്ങി നിന്നിരുന്നു. ദീപികാരുണ്യ ചൈതന്യത്തിൽ പ്രാർത്ഥനയിലും ആരാധനയിലും മണിക്കൂറുകൾ അച്ഛൻ സമയം ചെലവഴിച്ചിരുന്നു.
എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അച്ഛൻ്റെ മൂത്ത സഹോദരി ആൻമരിയ, രണ്ടാമത്തെ അച്ഛൻ്റെ ഒരു സഹോദരൻ സച്ചു, മൂന്നാമത്തെ അച്ഛൻ്റെ ഏറ്റവും ഇളയ സഹോദരി ഐറിൻ. ഇനി 3 പേരാണ് കുടുംബത്തിലുള്ളത്. അച്ഛൻ്റെ വിയോഗം യഥാർത്ഥത്തിൽ ഈശോയുടെ മരണത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. കേവലം 33 വയസ്സ് പ്രായത്തിൽ ഈശോ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ പോലെ അച്ഛനും ഈ ലോകത്തോട് എല്ലാവരോടുമായി യാത്ര പറഞ്ഞു. അങ്ങനെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ടും അച്ഛൻ ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടി എന്ന് സത്യമാണ്. അച്ഛൻ്റെ ബൈബിളിൽ ആദ്യ വാചകം ഇപ്രകാരമാണ് കോറിയിട്ടിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത ഒരു വചനം അച്ഛൻ എപ്പോഴും ആ ബൈബിളിൻ്റെ ആദ്യ ഭാഗത്ത് വായിക്കുമ്പോൾ അതെപ്പോഴും ഹൃദയത്തിൽ അത് സൂക്ഷിച്ചിരുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അവരെൻ്റെ ഹിതം നിറവേറ്റും എന്നതാണ് അതിൽ എഴുതിയിരിക്കുന്ന വചനം. ആ വചനം അച്ഛൻ പലപ്പോഴും അത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ഉരുവിടുകയും ചെയ്തിരുന്നു. അതുപോലെ അച്ഛൻ എപ്പോഴും സുഹൃതത്തിൽ പ്രാർത്ഥിച്ചിരുന്നു. അതും എപ്പോഴും അത് പ്രാർത്ഥിക്കുന്ന ഒരു വചനം ഉണ്ടായിരുന്നു. മാതാവിനോടും അതുപോലെ തന്നെ ഔസപിതാവിനോടും വിശുദ്ധ അന്തോനീസ് പുണ്യനോടൊക്കെ ഭക്തിയുള്ള ഒരു അച്ഛനായിരുന്നു. അച്ഛൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ ശനിയാഴ്ച 9-ാം തീയതി ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 1 മണിക്ക് കടുവാക്കുളം ലിറ്റിൽ ഫ്ലവർ ആശ്രമത്തിൽ ആരംഭിച്ച് തുടർന്നുള്ള ദേവാലയത്തിൽ പ്രാർത്ഥന ശുശ്രൂഷകൾ നടത്തപ്പെടുന്നതാണ്. ബഹുമാനപ്പെട്ട അരിമച്ചാടത്ത് പിതാവ് കടുവാക്കുളം ലിറ്റിൽ ഫ്ലവർ ആശ്രമത്തിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് ഇറ്റാനഗർ ബിഷപ്പായ ബഹുമാനപ്പെട്ട മാർ ഡെന്നിസ് വർഗീസ് പിതാവ് അവിടെ തുടർന്നുള്ള പ്രാർത്ഥന ശുശ്രൂഷ നേതൃത്വം നൽകും. 2:30 കടുവാക്കുളം ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ തോമസ് തറയിൽ പിതാവ് നടത്തുന്നതാണ്. അച്ഛൻ്റെ മൃതദേഹം വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി മുതൽ കടുവാക്കുളം ലിറ്റിൽ ഫ്ലവർ ആശ്രമത്തിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നതുമാണ്. അച്ഛൻ്റെ വിയോഗത്തിൽ വെള്ളുകളും ഇടവകയും ഭക്തസംഘടനകളും എല്ലാവരുടെയും പേരിൽ അനുശോചനം അറിയിക്കുന്നു. അച്ഛന് നിത്യശാന്തി നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഉത്തിതനായ ഈശോയുടെ ആ നിത്യജീവന്റെ കിരീടം അണിയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു.